ഹലോ, ഹിമാചൽ പ്രദേശിൻ്റെ തനതായ ഒരു ഡിഷാണ് സിദ്ദു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേരള സ്റ്റൈൽ എഗ് സ്റ്റഫ്ഡ് സിദ്ദു ഉണ്ടാക്കിയാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 1 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൈകൊണ്ട് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കണം. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ചപ്പാത്തിയുടെ അത്ര നമുക്ക് ഹാർഡായിട്ട് വേണ്ട. നല്ല നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റായിട്ട് ആക്കിയെടുക്കില്ലേ, ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞ് കുഴിഞ്ഞ് പോകണം. എന്നിട്ടത് അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മാവ് ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ നല്ലതുപോലെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ സ്റ്റഫിങ്സ് തയ്യാറാക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റുന്ന സമയത്ത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കറിവേപ്പില, ഒരു വലിയ ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ നല്ലതുപോലെ വഴണ്ട് മസാലയല്ല, ഉള്ളിയും ഈ പച്ചമുളകും ഇതെല്ലാം നല്ലതുപോലെ വാടി വരണം. വാടി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മസാല ചേർക്കേണ്ടത്. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നേരം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം പച്ചമണമൊക്കെ മാറി ഇതെല്ലാം നമ്മുടെ മസാലകളെല്ലാം നമ്മുടെ ഉള്ളിലെല്ലാം പിടിച്ചെന്ന ആ ഒരു സമയത്ത് നമ്മളതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഏകദേശം ഊറി പിടിക്കുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ഒരു ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന 2 മുട്ട ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിടാതാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിത് പാകത്തിനുള്ള ഉപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ മാവെല്ലാം ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ 2 ഈക്വൽ ബോൾസാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിനെ 2 ഈക്വൽ ബോൾസ് ആക്കിയിട്ട് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഫ്ലെക്സിബിളാണ്. നമ്മൾ പിടിച്ചാൽ അങ്ങോട്ട് വലിഞ്ഞു വരുന്ന തരത്തിലുള്ള മാവാണ്. അപ്പോൾ ഈ ഒരു മാവ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പൊടി നന്നായിട്ട് വിതറി കൊടുക്കണം. കാരണം നല്ല സോഫ്റ്റാണ്. നമ്മൾ അതുപോലെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പൊടി ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ വലിഞ്ഞു വന്നോളും. അപ്പോൾ ഈ ഒരു ഷേപ്പ് ആകുന്ന സമയത്ത് നമ്മൾ നടുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ല പൊട്ടറ്റോ കൊണ്ടുള്ള ഫില്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും ഇതിൽ നിറച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇത് കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ 2 സൈഡ് നമ്മളിൽ സമൂസയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ ചേർത്തൊട്ടിച്ച് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഇനി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇനി വലിഞ്ഞ് വന്നോളും. ഒരേ സമയം ഞാൻ 2 പിന്നെ സ്റ്റഫ്ഡ് സിദ്ദുവാണ് ഉണ്ടാക്കുന്നത്. 2 മാത്രമേ നമുക്ക് ഒരേ സമയം ഒരു സ്റ്റീമറിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നല്ലതുപോലെ പൊങ്ങി വരും. കാരണം ഇത് നമ്മൾ ബ്രെഡല്ലേ, പുറമേ ബ്രെഡും ഉള്ളിൽ നല്ല സ്വീറ്റല്ല സ്പൈസി ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റീമറിൽ വെക്കുന്നതിന് മുമ്പായിട്ട് അതിൽ കുറച്ചൊന്ന് എണ്ണ ഒന്ന് തടവണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഒരു 15-20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒരേ സമയം 2 മാത്രമേ ഒരു സ്റ്റീമറിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. നല്ല ബ്രെഡിൻ്റെ പുറമെ നല്ല ബ്രെഡിൻ്റെ എന്താണ് ടെക്സ്ചറാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ആ ബ്രെഡിൻ്റെ ടെക്സ്ചറും ആ നടുക്കുള്ള ഫില്ലിങ്സും. നല്ല ടേസ്റ്റാണ്. കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാണുമ്പം മനസ്സിലാവുന്നത് മാത്രമല്ല, ഉണ്ടാക്കി നോക്കുക. കണ്ടില്ലേ, നമ്മുടെ ആ ബ്രെഡിൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടിയത് കണ്ടില്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുള്ളായി, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.